നീ കരച്ചിൽ നിർത്തത് പിന്നെ അല്ല മണി കരച്ചിൽ നിർത്ത താൻ ചുമ്മാ കിടന്ന് കരയില്ല എനിക്ക് പിടിക്കുന്ന പിള്ളേർ പോലെ എന്ത് ഇതാണ് ഇവിടെ അല്ലേ? തുടച്ചു കൊടുക്ക്, നന്നായിട്ട് തുടച്ചു കൊടുക്ക്. നീ ഉദ്ദേശിക്കും പോലല്ല. നീ ഒരു കോഴിയാന്ന് എല്ലാരും പറയുന്ന കറക്റ്റാ. പറയല്ലേട്ടാ, ഞാൻ ഇവിടെ സമാധാനിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ അവിടെ നിന്ന് കരഞ്ഞപ്പോ ഈ ടൈപ്പ് സമാധാനിപ്പിക്കലൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ അത് വേറെ സമാധാനിപ്പിക്കൽ, ഇത് വേറെ സമാധാനിപ്പിക്കൽ. മെറില നീ ചുമ്മാ എല്ലാം കൂട്ടിക്കോയെങ്കിൽ ഞാൻ മനസ്സാവാതെ കർമ്മണം ആലോചിക്കാത്ത കാര്യമാണ്. എടാ കേശു, എനിക്കിപ്പോ ഒരു മനസ്സമാധാനം ഉണ്ട്. എന്റെ മനസ്സമാധാനം കളഞ്ഞപ്പോ അല്ലേ? എന്തല്ല അപ്പൊ രണ്ടുപേർക്ക് സമാധാനം കിട്ടിയോ? ചേച്ചി അതെ, ചേച്ചിയുടെ അനിയനില്ലേ ശരിയല്ല കേട്ടോ. ചെറുക്കനെ തലമണ്ടടി പൊട്ടിക്കും ഞാൻ. അല്ലേ ചേച്ചി, ഇവൾക്ക് ഭയങ്കര പോസസീവ്നെസ് ആണ്. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ശരിയല്ലെന്ന്. പൊസസീവ്നെസ് ഇത്രയും വലിയ വാക്കുകളൊന്നും നീ ഉപയോഗിക്കില്ല എന്റെ പൊന്നുമോളെ. യേശു, മര്യാദക്ക് ഇവളോട് ഇറക്കി വിട്ടോ. ഞാനെന്തിനാണ് ഇറങ്ങിപ്പോണേ? ഞാനേ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇതാണെങ്കിൽ നീ ഇറങ്ങിപ്പോ. യേശു, നീ പ്രേമരോഗ്യമരയൊക്കെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? നീ എന്താടി പറഞ്ഞേ? എന്താ പറഞ്ഞേ? എടാ കേശു, നീ കേട്ടാ അവള് പറഞ്ഞത്? അവളെന്നെ വിളിച്ചേട്ടാ പ്രേമരോഗിന്ന്. എടാ നീ പറഞ്ഞേ, ഞാൻ അങ്ങനെയാണോ? ആണോ? സമാധാനം പറയണ പറയടാ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അല്ല ആണ്. എടാ പറ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? പറ പറ പറ. മര്യാദക്ക് പറ അവള് പ്രേമരോഗിയാന്ന്. എടാ കേശു, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉപദേശം തരാം. നീ എത്രയും പെട്ടെന്ന് ഇവളെ നിന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിക്കോ. ഇവള് ഭയങ്കര ടോക്സിക്കാ. ടോക്സിക്കാ? ഞാനാ? എടാ ഞാൻ ടോക്സിക്കാ? എടാ കേശു പറയണ ഞാൻ ടോക്സിക്കാ? എന്റെ പൊന്നു മെർലിന്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കണമായിരുന്നു, കുറച്ച് സമാധാനം വേണമായിരുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് നീ സംസാരിച്ചോ? ഇപ്പൊ ഇതല്ലേ ഇവിടുത്തെ വലിയ ടോപ്പിക്. ഇതാദ്യം തീരട്ടെ, എന്നിട്ട് ഞാൻ എന്റെ കാര്യം ഡീൽ ചെയ്തോളാം. എന്താ എന്താ അവിടുത്തെ പ്രശ്നം? അല്ല, രണ്ടിനും കേശുവിന്റെ സമാധാന ക്ലാസ് മതിയായില്ലാന്ന്. ആണോ? എന്റെ കയ്യിൽ കുറച്ച് കൗൺസിലിംഗ് ഉണ്ട്, അത് മതിയോ? പിന്നെ അമ്മൂമ്മയുടെ കൗൺസിലിംഗ് നിങ്ങൾ കേട്ടോണ്ടിരിക്കും, ഞാൻ പോണു. കേശു പോവരുത്, നിനക്കാൻ ആദ്യം കൗൺസിലിംഗ് വേണ്ടുന്നേ. മോളെ ഇങ്ങോട്ടൊന്ന് നീങ്ങിക്കോ. എന്തിനാന്ന് മനസ്സിലായോ? മേലാൽ ഇതുപോലത്തെ കൗൺസിലിംഗ് എന്നും പറഞ്ഞോണ്ട് ഒരാളും ഇവിടെ വന്നേക്കരുത്. മനസ്സിലായടാ?